പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദിനതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് വീണ്ടും കർത്താവിൻ്റെ പാദപീഠത്തിൽ കർത്താവിനോട് നന്ദി പറയാൻ, ദൈവവചനം കേൾക്കുവാൻ കൂടിയ കാതോർക്കുവാൻ ദൈവം തന്ന അവസരത്തിന് കർത്താവിന് നന്ദി പറയാം. ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും നിന്ന് ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ ദിവസം കൂടെ, ഒരു പുതിയ പ്രഭാതം കൂടെ നമുക്ക് ശേഷിപ്പിച്ച കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കുന്നതിനായി ആധാരമായി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 13. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. വളരെ ചിന്താതീതമായ, എപ്പോഴും കേൾക്കുന്ന, നമ്മുടെ വീടുകളിലൊക്കെ എഴുതി വച്ചിരിക്കുന്ന, ചിലപ്പോഴൊക്കെ നമുക്ക് ഈ വാക്യം മേടിക്കാൻ കിട്ടില്ല, ബോർഡിൽ വാക്യം മേടിക്കാൻ കിട്ടുന്ന, അതുകൊണ്ട് നമുക്ക് ചുമരിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ തൂക്കാൻ പറ്റുന്ന ആ വാക്കാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഇത് പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളാണ്, ഫിലിപ്പിയ സഭയോട് എഴുതുമ്പോൾ ഉള്ള വാക്കുകളാണ്. അപ്പോൾ ഫിലിപ്പിയ സഭയ്ക്ക് ഈ ലേഖനം എഴുതുമ്പോൾ നമ്മൾ ഓർക്കുന്നത്, ശക്തനാക്കുന്നത് എല്ലാ സമൃദ്ധിയോടെ ഇരിക്കുന്ന ഒരു മനുഷ്യനല്ല എഴുതുന്നത്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നല്ല സമൃദ്ധിയിൽ നിന്ന് ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്നെണ്ണി കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി സഹിച്ച് കഷ്ടം സഹിക്കുന്ന ഒരു മനുഷ്യൻ, വേദന സഹിക്കുന്ന, കഷ്ടം സഹിക്കുന്ന ഒരു മനുഷ്യൻ, ഇല്ലായ്മയിലും ഉള്ളതുപോലെ ദരിദ്രനെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്ന, വീണ് കിടക്കുന്നവരെങ്കിലും അനേകരെ ഉറപ്പിക്കുന്ന, മരണത്തിലേക്കെങ്കിലും അനേകർക്ക് ജീവൻ കൊടുക്കുന്ന അങ്ങനെ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. അപ്പൊ ഇതിന്റെ പശ്ചാത്തലം, അതിന്റെ 10 തൊട്ടുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഏതോ ആ സഭ, ഫിലിപ്പിയ സഭ, പൗലോസിന് വേണ്ടി കരുതുകയും കഷ്ടങ്ങളെ കൂട്ടായ്മ കാണിക്കുകയും ചെയ്തതുകൊണ്ടാണ് ആ വാക്ക് അങ്ങനെ എഴുതുന്നത്. ആർക്കാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. അതിന് യോഗ്യതയുള്ള മനുഷ്യനാണോ എന്നുള്ളത് ഒരു പരമപ്രധാന കാര്യം. യോഗ്യതയുള്ളതിനപ്പുറം അതിന് അർഹിക്കുമ്പം, അത് മേടിക്കുമ്പം അതിന് എത്രയോ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് വന്ന മനുഷ്യനാണ്. പക്ഷെ അവിടെ പറയുന്ന കാര്യമുണ്ട്, എനിക്കറിയാം ഈ വാക്ക് ഇങ്ങനെ എടുക്കണം, സാഹചര്യത്തിനകത്ത് ഏതൊക്കെ സാഹചര്യങ്ങളായിരുന്നാലും ആ ദൈവത്തെ ഞാൻ കണ്ടെത്തിയ കർത്താവിനെ, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ കണ്ടെത്തിയ യേശുവിനെ, ആ യേശുവിനോട് നീ കൂടെ സാഹചര്യങ്ങളുമായിട്ട് ഒത്തുപോകാനുള്ള ശരീരവും മനസ്സും ആത്മാവുമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അതാണ് പ്രത്യേകത. പ്രിയരെ, സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇന്ന് സ്നേഹിക്കുന്നവർ നാളെ വിട്ടുപോയെന്ന് വന്നേക്കാം. ഇന്ന് അകന്ന് നിൽക്കുന്നവർ നാളെ അടുത്തെന്ന് വന്നേക്കാം. ഇന്ന് ധനാഢ്യന്മാരായിരിക്കുന്നവർ ചിലപ്പോൾ നമുക്ക് നഷ്ടമുണ്ടായെന്ന് വന്നേക്കാം. ഇന്നെല്ലാം ഉണ്ടായിട്ട് നാളെ നഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം. പക്ഷേ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടാലും, ആരൊക്കെ നമ്മളോട് കൂടിയിരുന്നാലും, എത്രയൊക്കെ ധനസമ്പത്ത് ഉണ്ടായാലും, അത് നഷ്ടപ്പെട്ടു പോയാലും, ഇയ്യോബിനെ പോലെ യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം മഹിമപ്പെടട്ടെ എന്ന് പറയുന്ന സാഹചര്യത്തെ ഓവർകം ചെയ്യുന്ന ഒരു ദൈവകൃപ. അവിടെയാണ് പൗലോസിന് ഈ വചനത്തിന്റെ പ്രസക്തി പറയുന്നത്. സമ്പന്നമായിരിക്കാൻ എനിക്കറിയാം, ഇല്ലായ്മയിൽ സമൃദ്ധിയോടിരിക്കാൻ എനിക്കറിയാം. അങ്ങനെ ഒരു വാക്കോട് എഴുതിയിട്ടുണ്ട്. ദാരിദ്ര്യത്തിൽ ഇരിക്കുവാനും സമൃദ്ധിയായിരിക്കാനും എനിക്കറിയാം. തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഇല്ലാത്ത സമയത്ത് സമൃദ്ധിയോടിരിക്കുന്ന പൗലോസിനെ അറിയാം. പൗലോസ് ശീലിച്ചിരിക്കുന്നു. ഈ ശീലം എങ്ങനെ ഉണ്ടായേ? ധനാഢ്യനായ, വലിയ സമ്പത്തുകളുടെ ലാഭമായിരുന്നൊക്കെ ഛേദമെന്ന് ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായേ? അതാണ് ക്രിസ്തുവിന്റെ മഹാത്മ്യം. ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുമ്പോൾ കുഞ്ഞെ, സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നാലും, ഇല്ലായ്മയിലും ഉള്ളപ്പോഴും, ഇനി അതല്ല മറ്റൊരു തരത്തിൽ പറഞ്ഞ സാഹചര്യം മുഴുവൻ നിനക്കെതിരായിട്ട് നിൽക്കുമ്പോൾ, ചുറ്റുപാട് എതിരായിട്ട് നിൽക്കുമ്പോൾ, ഇപ്പൊ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലോ മറ്റു സാഹചര്യങ്ങളൊക്കെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ എതിരാ, കേൾക്കുന്ന വാർത്തകളെല്ലാം നിനക്കെതിരാ, ഇനി കയ്യെഴുത്ത് പോലും, രേഖ പോലും നിനക്കെതിരാ. ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ രേഖ വിരോധമായിരിക്കുന്നു എന്ന് ദാനിയേൽ കേട്ടപ്പോ, ഹല്ലേലൂയ, ഈ വാക്ക് ശ്രദ്ധിക്കണം. ദേശാധിപതിയിൽ ഒരുവനാ ദാനിയേല്. അതിൽ 120 പേരിൽ 3 പേർ, അതിൽ പ്രധാനിയാ ദാനിയേല്. അങ്ങനെ പ്രധാനിയായിരിക്കുന്ന ദാനിയേല്
രേഖ വിരോധമായിരിക്കുന്നത് കേൾക്കുമ്പോൾ കിട്ടിയ പൊസിഷന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച ഒരു ഭക്തനെ അല്ല കാണുന്നത്. രേഖ വിരോധമായിരിക്കുന്നത് കേട്ടപ്പോൾ പതിവ് ചെയ്യാറുള്ളത് പോലെ യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. സാഹചര്യങ്ങളെ ഓവർകം ചെയ്യുന്ന ഒരു ദൈവകൃപയുണ്ട്. സാഹചര്യങ്ങളൊരു പൊരുതി അതിനെ ഓവർകം ചെയ്യുന്ന ഒരു ദൈവകൃപ. ആ വാക്ക പറയുന്നേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഇത് എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല. ഇന്ന് ഈ വചനം കേൾക്കുമ്പോ നിന്നെ കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റാത്ത, നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകള്, നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചുറ്റുപാടുകള്, നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാമ്പത്തിക മേഖലകള്, നിനക്ക് വഹിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യം, മാനസിക സമ്മർദ്ദത്തിനകത്ത് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ ഇത് വചനം എടുത്ത് ഉറക്കം പ്രഖ്യാപിച്ച്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. കണ്ടു നിൽക്കുന്നവരുടെ മധ്യത്തിൽ, നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ ചോദ്യചിഹ്നമായിട്ട് എന്ത് ഭവിക്കുമെന്ന് അറിയാൻ നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ ഈ വചനം എടുത്ത് നീ പറഞ്ഞോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഈ വാക്ക് ഇങ്ങനെ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ദാവീദ് ഒരിക്കൽ പറഞ്ഞു, സാഹചര്യം മുഴുവൻ എതിരാ. രാജാവ് പറഞ്ഞു നിന്നെ കൊണ്ടൊക്കത്തില്ലെന്ന്, സഹോദരന്മാർ പറഞ്ഞു നിന്നെ കൊണ്ടൊക്കത്തില്ലെന്ന്, ഒരു പട്ടാളം മുഴുവൻ, രാജ്യം മുഴുവൻ പറഞ്ഞു പറ്റത്തില്ലെന്ന്. പോരാത്തതിന് എതിരിടാൻ ചെല്ലുന്ന ഗോലിയാത്ത് പറഞ്ഞു, വടിയുമായിട്ട് എന്റെ നേരെ വരാൻ ഞാൻ നായാണോ? നീങ്ങുവാ, നിന്റെ മാംസം പിച്ചി ചിന്തി ആകാശത്തിലെ പക്ഷികൾക്ക് കൊടുക്കും. പറഞ്ഞ മറുപടി ഈ കേട്ട വചനത്തിന്റെ മറ്റൊരു വേഷന ദാവീദ് പറഞ്ഞ വാക്ക്. ദാവീദ് പറഞ്ഞത്, നീ നിന്റെ വേലിന്റെയും കുന്തത്തിന്റെയും നിന്റെ സൈന്യത്തിന്റെയും ബലത്തിലാ, എന്നാൽ ഞാൻ വരുന്നത് നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് വരുന്നത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ. ഹല്ലേലൂയ. ആ വാക്ക പറഞ്ഞ് എന്നെ ശക്തനാക്കുന്നവൻ. ഒരു തരത്തിൽ ദാവീദ് പറഞ്ഞ വാക്ക, എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. എന്റെ കഴിവും എന്റെ മിടുക്കും എന്റെ പ്രാപ്തിയും എന്റെ സാഹചര്യവുമല്ല, എന്റെ സാഹചര്യത്തെ മാറ്റിമറിച്ച് കഴിവിനെ മാറ്റി അതിന്റെ പ്രാപ്തിക്കപ്പുറത്ത് അതേ എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. അതാ ആ നാമം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമം, യേശുവിന്റെ നാമം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ആ വചനം ആവർത്തിക്കട്ടെ. കുഞ്ഞെ, വചനം നീ ആവർത്തിക്കട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം ജനത്തിന് കൈമാറുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. സാഹചര്യവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയല്ല, സാഹചര്യത്തെ ഓവർകം ചെയ്ത കർത്താവിന്റെ കരത്തിൽ പിടിച്ച് ഓവർകം ചെയ്യുന്ന ദൈവത്തിന്റെ കൃപ ജനത്തിന്റെ മേൽ കർത്താവ് പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തുന്നു. ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയായ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, തൃക്കരയിൽ സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ നമ്മളെ മറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്.